ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിസ് യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് S3M ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഇന്ത്യൻ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് എന്ന പേപ്പറിൽ ഇന്ത്യൻ പോയട്രി ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഇന്ത്യൻ എസ്തെറ്റിക് ട്രഡീഷൻ എന്ന ഡോക്ടർ അയ്യപ്പപ്പണിക്കരുടെ എസ്സേ ആണ്. ഡോക്ടർ അയ്യപ്പപ്പണിക്കർ ഇസ് എ മലയാളം പോയിറ്റ് ആൻഡ് ലിറ്റററി ക്രിട്ടിക് ആൻഡ് അക്കാഡമിക് സ്കോളർ ഇൻ മോഡേൺ ആൻഡ് പോസ്റ്റ് മോഡേൺ തിയറീസ്. നമുക്ക് ഇനി എസ്സേയിലോട്ട് പോകാം. Indian poetry in English. It is necessary to refer to two parameters, Indian and English. Indian means either written by Indian citizen. That is Indian poetry in English എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് രണ്ട് പാരാമീറ്റേഴ്സാണ് വരുന്നത്, ഇന്ത്യൻ ആൻഡ് ഇംഗ്ലീഷ്. Indian means either written by Indian tradition or written about Indian subjects or even simply expressing Indian sensibility. This implies that there is a sensibility that is identified with the land and people of India. ദാറ്റ് ഈസ് ഒന്നുകിൽ നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ റിട്ടേൺ ആയിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യൻ സബ്ജക്ട്സ് റിട്ടേൺ അബൌട്ട് ഇന്ത്യൻ സബ്ജക്ട്സിനെ പറ്റി, അല്ലെങ്കിൽ സിറ്റിസണിനെ പറ്റി, അല്ലെങ്കിൽ എക്സ്പ്രസിങ് ഇന്ത്യൻ സെൻസിബിലിറ്റി. അതാണ് ഇന്ത്യൻ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. പിന്നെ പോയട്രി എന്ന് പറയുന്നത് വേഗ്ലി അണ്ടർസ്റ്റുഡ്, വേഗ്ലി അണ്ടർസ്റ്റുഡ്. ഇന്ത്യൻ റിനൈസൻസ് എന്ന് പറയുന്നത് 19th century ഏർലി 20th century ദാറ്റ് ഈസ് ബോത്ത് മെറിറ്റ്സ് ആൻഡ് ഡിഫക്ട്സ് ഇൻ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ കൾച്ചേഴ്സ്. പിന്നെ വെസ്റ്റേൺ റൈറ്റേഴ്സിനെ നോക്കിയാൽ തന്നെ ഒരുപാട് വെസ്റ്റേൺ റൈറ്റേഴ്സും ഇന്ത്യൻ ലിറ്ററേച്ചറുമായിട്ട് ക്ലോസ്ലി കണക്റ്റഡ് ആണ്. അവർ ഇന്ത്യൻ സ്റ്റോറീസും ലെജൻസും എല്ലാം ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് T.S. എലിയുടെ തന്നെയാണ് ബെസ്റ്റ് എക്സാമ്പിൾ. അദ്ദേഹത്തിൻ്റെ വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്ന വ്യക്തി നമ്മൾ കണ്ടിട്ടില്ലല്ലോ, ഇന്ത്യൻ ഉപനിഷത്തിലുള്ള ദത്ത ദൈത്തു ദമിത അതൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിലെ ഹാംലെറ്റ് ഓൾസോ ഇറ്റ് ഈസ് ആൻറ്റിസിപ്പേഷൻ ഓഫ് ആനന്ദ് വർദ്ധന. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് റൈറ്റേഴ്സിനെ തന്നെ നമുക്ക് ആ ടൈമിൽ റൈറ്റേഴ്സിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. പ്രീ ഇൻഡിപെൻഡൻറ്റ് റൈറ്റേഴ്സ് ആൻഡ് പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് റൈറ്റേഴ്സ്. പ്രീ ഇൻഡിപെൻഡൻറ്റ് റൈറ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ സരോജിനി നായിഡു, അതുപോലെ ടാഗോർ, രവീന്ദ്രനാഥ് ടാഗോർ ആൻഡ് ശ്രീ അരബിന്ദോ, ഹരീന്ദ്രനാഥ് ചതോപാധ്യായ and Manmohan Ghosh. These are the pre-independent writers. Then post-independent writers are Nissim Ezekiel, A.K. Ramanujan, Kamala Das, Jayanta Mahabatra, K.K. Darwala, R. Parthasarathi. That are the post-independent writers. Then link between Indian poetry and English and Indian aesthetics. That is their link. ഇതിലൂടെ through this essay, a poet tried to connect these two. That is as the title indeed, Indian poetry in English and Indian aesthetics. ഇതിലൂടെ പോയറ്റ് എയിം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. മെയിൻ കൺസേൺ ഇസ് ടു പ്രസൻറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്ത്യൻ എസ്തെറ്റിക്സ് ആൻഡ് ഇന്ത്യൻ പോയട്രി ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, ലിങ്ക് ബിറ്റ്വീൻ ഇന്ത്യൻ പോയട്രി ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഇന്ത്യൻ എസ്തെറ്റിക്സ്. It's an identification of thematic recurrence. First point is identification of thematic recurrence. Then second point is the revealing influences and developments. Then the third point is repetition, and then submissions, okay, which enable us to look at this body of a work as a part of Indian literature. Then the second point is the principles of Sanskrit and Dravidian aesthetics in literature and critics coexisting with the theories of Western tradition. Then recognition of growing closeness of Indian poetry in English and poetry in Indian language. Then thematic recurrences. Savitri and Satyavan, the story about Mahabharata. ഈ സാവിത്രി സത്യവാൻ എന്ന് പറഞ്ഞ സ്റ്റോറീസ് എടുത്താൽ തന്നെ അതിനകത്ത് ഓരോ പോയിറ്റ്സും ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് തൊറൂദത്ത് ഡീൽസ് വിത്ത് ദ ലെജൻഡ് ഇൻ ഏൻഷ്യൻ ബാലഡ്സ് ആൻഡ് ലെജൻഡ്സ് ഇൻ ഹിന്ദുയിസം. ശ്രീ അരബിന്ദു ഡെവലപ്പ് ദ തീംസ് ഇൻ ഹിസ് ഓൺ വേ. ദ ടു പോയിറ്റ്സ് ആർ ഡെവലപ്പ് ദ തീംസ് ഇൻ ദെയർ ഓൺ. നമുക്കറിയാം, ഒരു തീം കിട്ടിയാൽ തന്നെ പല റൈറ്റേഴ്സും അവരുടെ പെർസ്പെക്റ്റീവ്സിലായിരിക്കും എഴുതുന്നത്. ചിലർ അവരുടേതായിട്ടുള്ള പേര്, ചിലർ ആ സ്റ്റോറി തന്നെ ഒന്നുകൂടി ടെല്ലിംഗ് പോലെ പറയുന്നു. അപ്പോൾ അങ്ങനെ പല രീതിയിലായിരിക്കും എഴുതുന്നത്. ഹിയർ ഓൾസോ ഇങ്ങനെയാണ് പറയുന്നത്. അതുപോലെ ഇതിൽ ഈ തൊറൂദത്തിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഒരു അൺഅറ്റൈൻഡ് ആയിട്ടുള്ള ഓർഡിനറി മോട്ടർ പറയുന്നത് പോലെ, അല്ലെങ്കിൽ റൊമാൻറ്റിക് സ്റ്റോറി ഓഫ് യങ് ലവ് പറയുന്നത് പോലെ, മേക്ക് നോ അറ്റംപ്റ്റ് ടു ഫിലോസഫൈസ് ഓർ ദ ട്രൂത്ത് ദ ഹോൾ ടു എക്സ്പീരിയൻസ് ദ മിസ്റ്റിക് വൺ. ഹിസ് സാവിത്രി ഈസ് ദാറ്റ്. ദെൻ ശ്രീ അരബിന്ദുയുടെ കേസ് എടുത്താൽ മിസ്റ്റിക് എപ്പിക് പോലെയാണ് ഇതിനകത്ത് എഴുതുന്നത്. ഈ റീടെലിംഗ് ദ സെയിം സ്റ്റോറി ഓഫ് സാവിത്രി ആൻഡ് സത്യവാൻ. Then the title Savitri is a legend as a symbol. Then Torudat is primarily interested in retelling of the story. Then Sri Aurobindo used the term title
പിന്നെ ശ്രീ അരബിന്ദു ടോമി രസ ഭോഗ ആനന്ദ ഒബ്ലിസ് മെറ്റാഫിസിക്കൽ ഓവർടോൺ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, അതായത് ആര്യൻ കോൺസെപ്റ്റ്സ് പോലെ ഇങ്ങനെ ഓവർ മൈൻഡായിട്ട് ഇങ്ങനെയുള്ള വർക്ക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രീ അരബിന്ദോ ഈ ടേംസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ട്രഡീഷണൽ സാൻസ്ക്രിറ്റ് എസ്തെറ്റിക്സിൻ്റെ കാര്യം എടുത്താൽ ദ വെരി ക്ലോസ് ടു ഉപനിഷത്സ് ആൻഡ് മെറ്റാഫിസിക്സിലും ഉപനിഷത്സിലും വളരെ ക്ലോസ് ആയിട്ട് ആയിരിക്കും ചെയ്യുന്നത്. അതുപോലെ നാട്യ ഈസ് ഡിസ്ക്രൈബ് ആസ് ദ ഫിഫ്ത്ത് വേദയിൽ നാട്യ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഭർതൃഹരി ഡിസ്കസസ് ദ തിയറി ഓഫ് സ്പോട്ട തിയറി ഭർതൃഹരിയുടെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ആനന്ദവർദ്ധന സ്പീക്സ് അബൌട്ട് രസധ്വനി എന്ന് പറയുന്നത് ആനന്ദവർദ്ധന, അതിനെപ്പറ്റി പറയുന്നുണ്ട്. പിന്നെ ബ്രഹ്മാണ്ഡ തോൽക്കാപ്യം എന്ന് പറയുന്നത് തമിഴ് ലിറ്ററേച്ചറിലെ പോയട്രിയെ പറ്റി പറയുന്നുണ്ട്, മെൻഷൻ ചെയ്യുന്നുണ്ട് ഇതിൽ. പിന്നെ A.K. രാമാനുജൻ, അതുപോലെ കമലദാസ്, ദേ ആർ ദ ബൈലിംഗ്വൽ പോയിറ്റ്സ്. അവർ ബൈലിംഗ്വൽ പോയിറ്റ്സ് ആണ്. A.K. രാമാനുജൻ ബിലോങ് ടു തമിഴ്, ദെൻ കമലദാസ് ബിലോങ് ടു മലയാളം പോയിട്രി. സോ അതുപോലെ തന്നെ എന്താണ് ജയന്ത മഹാപാത്ര ഒരു ഒറിയ ബേസ്ഡ് ആയിട്ടുള്ള റൈറ്റർ ആയിരുന്നു. അതുപോലെ A.K. രാമാനുജൻ തമിഴ് ബേസ്ഡ് ആയിട്ടുള്ളതാണ്. റിട്ടൺ ടു ബി ഡിസ്പൈറ്റ് ഹീസ് ഡിസ്കസ്ഡ് വിത്ത് ഗ്രേറ്റ്. ദെൻ അരുൺ കോൾത്തർ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലും മറാത്തിയിലും എഴുതിയിട്ടുള്ള ഒരു പോയറ്റായിരുന്നു. അതുപോലെ ജയന്ത മഹാപാത്രയുടെ കേസ് എടുത്താൽ റിട്ടൺ പോയട്രി ഇൻ ഇംഗ്ലീഷ്, അതിലൊരു ട്രാൻസ്ലേറ്റ് ഒറിയ ടു ഇംഗ്ലീഷ്, അങ്ങനെ 2 രീതിയിലാണ്. കമലദാസിൻ്റെ പോയട്രി അതുപോലെ തന്നെയാണ്. അപ്പോൾ കമലദാസിൻ്റെ പോയട്രിയിൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് റീജിയണൽ ഫീച്ചേഴ്സൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ലാസ്റ്റ് പോയിന്റ് ഈ വർക്കിൻ്റെ ഇത് വളരെ സമ്മറൈസ് ചെയ്തിട്ടുള്ള ഷോർട്ടായിട്ട് അനലൈസ് ചെയ്തിട്ടുള്ള സമ്മറിയാണ്, കുഞ്ഞു സമ്മറിയാണ്. ഇതിൻ്റെ ലാസ്റ്റ് പോയിന്റ് പറയുന്നത് കണക്ഷൻ ബിറ്റ്വീൻ കണ്ടംപററി ഇന്ത്യൻ പോയട്രി ഇൻ ഇംഗ്ലീഷ് ആൻഡ് പോയട്രി റിട്ടൺ ഡിഫറെൻറ്റ് ഇന്ത്യൻ recurrence and classified institutions. Then written as an international manufacture of universal features, that is particularly central national features, being Indian authorship and sensibility or the subject matter. Then the third point is the contemporary spell on the specular particulating the abstraction. അത് ഈ എസ്സേയുടെ ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത്, ലാസ്റ്റ് പോയിന്റായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇന്ത്യൻ പോയട്രി ഇൻ ഇംഗ്ലീഷ്, അത് ഓസ്ട്രേലിയയിലും അമേരിക്കയിലും ശ്രീലങ്കയിലും ഇന്ത്യ ദേ റിലേറ്റ് ടു ദ ട്രഡീഷൻ ഓഫ് ഇന്ത്യൻ എസ്തെറ്റിക്സ് ഹിയർ. അപ്പോൾ ഇന്ത്യൻ എസ്തെറ്റിക്സും ഇന്ത്യൻ പോയട്രിൻ്റെ കണക്ഷനാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ കമലദാസിൻ്റെ പോയട്രി നമ്മൾ എടുത്താൽ തന്നെ റീജിയണൽ ഫീച്ചേഴ്സ് ഒരുപാട് കാണും. ആബ്സെൻസ് ഓഫ് ദരുവല്ലയുടെ പോയട്രിയിൽ ദാറ്റ് ഇസ് ചിലപ്പോൾ മേ ബി അത് ആബ്സെൻ്റ് ആയിരിക്കും. ഓർ ഗൗരി ദേശ്പാണ്ഡെ ലിമിറ്റഡ് എക്സലൻ്റ് ഓഫ് റിവെൽ ടു എ ഡിസ്കഷൻ ഓഫ് എസ്തെറ്റിക്സ്. ദാറ്റ്സ് ഓൾ ദിസ് എസ്സേ. കുഞ്ഞൊരു ഷോർട്ട് സമ്മറിയാണ് ദിസ് ഇസ്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ്.